ക്രിസ്ത്യാനികൾ മദ്യം കുടിക്കുന്നത് വചനാനുസൃതമോ? ഒരിക്കലൊരു മദ്യക്കുപ്പിയുടെ ലേബൽ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഒന്നുകിൽ ഈ മദ്യം വിപണിയിൽ ഇറക്കിയത് ക്രിസ്ത്യൻ സഹോദരന്മാർ ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരന്മാരെ ഉദ്ദേശിച്ചാവാം ഇത് ഇറക്കിയിരിക്കുന്നത്. ഇന്ന് മദ്യവും നാമധേയ ക്രിസ്ത്യാനികളും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നത് നിസ്തർക്കമായ വസ്തുതയാണ്. പല സിനിമകളിലും നാടകങ്ങളിലും ക്രിസ്തീയ നാമമുള്ളവരെ മദ്യപാനികളായും വഴക്കുണ്ടാക്കുന്നവരായും ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ. എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ കടമറ്റൻ സെൻറ്റ് ജോർജ് പള്ളിയിൽ ഭക്തർ കള്ളും കുപ്പിയും കോഴിയും കൊണ്ടുവരാറുള്ളത് അറിയാമായിരുന്നു. ഇന്നും ഈ ആചാരം നടമാടുന്നുണ്ടെന്നാണ് എൻ്റെ സ്നേഹിതൻ അടുത്തിടെ പറഞ്ഞത്. കർമ്മം ചെയ്തതിന് ശേഷം കാർമ്മികൻ തന്നെയോ നേർച്ച നേർന്ന ആളോടൊപ്പമോ പൂജാർപ്പിതങ്ങൾ കുടിക്കുകയും കഴിക്കുകയും ചെയ്യും. യേശുക്രിസ്തുവോ വചനത്തിലോ അനുശാസിക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലേ പല പള്ളികളും ഇന്നും ആഘോഷിക്കുന്നതും പിന്തുടരുന്നതും. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കസിൻ വൈക്കത്തിനടുത്ത് സർക്കാരിൻ്റെ കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരു കള്ളുഷാപ്പുടമ അദ്ദേഹത്തോട് പറഞ്ഞ വസ്തുത അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഈ പ്രദേശത്ത് കള്ളിന് വിൽപ്പന കുറവാണ്, എന്നാൽ നിങ്ങളുടെയൊക്കെ നാട്ടിൽ കള്ളുഷാപ്പുകളിൽ നല്ല വിൽപ്പനയുണ്ട്. ക്രിസ്ത്യാനികളുള്ള സ്ഥലത്ത് കള്ളിന് നല്ല ചെലവുണ്ട്. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് കള്ളുമായി ഇത്ര അഭേദ്യമായ ബന്ധം? എനിക്കറിയാവുന്ന ഒരു നാമധേയ ക്രിസ്ത്യാനി മദ്യപാനിയായി ജീവിച്ച് മരിക്കാറായപ്പോൾ തൻ്റെ മൂത്ത മകൻ പിതാവിനോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അന്ത്യസമയത്തും മദ്യക്കുപ്പിയിൽ നിന്നും ഇഷ്ടപാനീയം വായിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടായിരുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, എന്നാൽ സഹോദരൻ എന്ന് വേർപെട്ട ഒരുത്തൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്, അങ്ങനെയുള്ളവരോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. ഇവിടെ പൗലോസ് മദ്യപാനി വ്യഭിചാരിയോടും വിഗ്രഹാരാധിയോടും പിടിച്ചുപറിക്കാരനോടും ഒപ്പമാണ് തുലനം ചെയ്യുന്നത്. അങ്ങനെ ഉള്ളവരോട് ബന്ധപ്പെടുകയോ ഭക്ഷണം കഴിക്കുകയോ പോലും അരുത് എന്നാണ് പൗലോസ് നിഷ്കർഷിക്കുന്നത്. മുൻപ് കോട്ടയത്തുണ്ടായിരുന്ന ഒരു ക്രൈസ്തവ മേലധ്യക്ഷൻ തൻ്റെ സഭയിലെ അംഗങ്ങളുടെ കോട്ടയത്ത് വെച്ച് നടന്ന ഒരു വലിയ യോഗത്തിൽ പ്രസ്താവിച്ചത് ഇങ്ങനെയായിരുന്നു: നമ്മുടെ സഭാംഗങ്ങൾ നല്ല നിറമുള്ളവരായിരിക്കുന്നത് അവർ വൈൻ കുടിക്കുന്നത് കൊണ്ടാണ്. ഒരു വിധത്തിൽ ഈ പ്രസ്താവന സഭാംഗങ്ങളുടെ മദ്യപാനത്തെ സാധൂകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമല്ലേ. നിറമില്ലാത്തവർക്കുണ്ടാകാവുന്ന അപകർഷതാബോധവും മൊത്തത്തിൽ എല്ലാവരെയും കൂടുതൽ മദ്യപാനത്തിലേക്ക് തള്ളിവിടാനാകാവുന്ന അംഗീകാരവുമല്ലേ ഈ പ്രസ്താവനയിലൂടെ ഉളവായത്. വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിച്ചിരുന്ന കോഴഞ്ചേരിക്കാരനായ ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞ അനുഭവം ഞാൻ പങ്കുവയ്ക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റിൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹത്തലേന്ന് അദ്ദേഹം എൻ്റെ നാട്ടിൽ പ്രതിസുത വരൻ്റെ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുവെന്നും ആ വീട്ടിലെ പിതാവും മക്കളും ഒരുമിച്ചിരുന്ന് മദ്യം കുടിക്കുന്നത് ഒരു പുതിയ അനുഭവമായി എന്നോട് പറയുകയുണ്ടായി. എൻ്റെ തൊലി ഉരിഞ്ഞു പോയ അനുഭവമായിരുന്നെങ്കിലും പിന്നീട് ഇത്തരം അനവധി കഥകൾ മറ്റുള്ളവർ എന്നോട് വിവരിച്ചത് വിസ്താര ഭയം കൊണ്ടും ലജ്ജ കൊണ്ടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവരെ പോലെ മദ്യപന്മാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എനിക്ക് ബോധ്യമാകുന്നത് ഭൂരിപക്ഷം പാരമ്പര്യ ക്രൈസ്തവ സഭാംഗങ്ങളും വേദപുസ്തകത്തിൽ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് വായിക്കുകയോ
പഠിക്കുകയോ ചെയ്യുന്നില്ല. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 21-ാം വാക്യത്തിലെ കുടിയനും അതിഭക്ഷകനും ദരിദ്രരായിത്തീരും എന്ന യാഥാർത്ഥ്യം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ബഹുഭൂരിപക്ഷം മദ്യപന്മാരും അവരുടെ ഭവനങ്ങളും കുത്തുപാളയെടുക്കുമെന്നത് ഒരു നഗ്നസത്യമാണ്. പ്രിയ സഹോദരന്മാരെ, ഞാൻ പറയുന്ന ഈ വസ്തുത ശ്രദ്ധിക്കുമല്ലോ. ഇത്തരം സഹോദരന്മാരെയും അവരുടെ ഭവനങ്ങളുടെ സ്ഥിതിയെയും നമ്മുടെ മനസ്സുകളിൽ പച്ചപിടിച്ച് നിൽക്കുന്നില്ലേ? അവരുടെ ഭാര്യമാരും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും വേദനയും കണ്ണുനീരും വാക്കുകൾക്ക് അതീതമല്ലേ? റോമാലേഖനം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ് എഴുതി, പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക, വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല. മര്യാദയ്ക്ക് നടക്കുവാൻ താല്പര്യമുള്ളവർ മദ്യപാനികളല്ല എന്നത് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ മദ്യപിക്കുന്നവർ മര്യാദ കെട്ടവരാണ്. മദ്യപാനിയായ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും എല്ലാം അധപ്പതിക്കുകയല്ലേ? ഇന്ന് പാരമ്പര്യ ക്രിസ്ത്യാനികളുടെ എൻഗേജ്മെൻറ്റ്, വിവാഹ ചടങ്ങ്, മാമോദീസ തുടങ്ങിയ എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും മദ്യപാനം ഒരു ശീലമായി തീർന്നിരിക്കുന്നു. ശരിയല്ലേ? തന്മൂലം നാമധേയ ക്രിസ്ത്യാനികളിൽ നല്ല ശതമാനം ദൈവഭയമില്ലാത്തവരും മൂല്യച്യുതിയുള്ളവരും സംസ്കാരമില്ലാത്തവരും മര്യാദ കെട്ടവരും താന്തോന്നികളും വഴക്കുണ്ടാക്കുന്നവരുമായി മാറിയിട്ടില്ലേ? എഫെസ്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിലെ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരാകുവീൻ. മദ്യപാനം കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തിലേക്ക് വഴി തുറക്കുന്നുവോ? മദ്യവും മദിരാക്ഷിയും സ്വാഭാവികമായ ബന്ധമല്ലേ? മദ്യപാനികളുടെ ജീവിതം അർത്ഥമില്ലാത്തതും ലക്ഷ്യമില്ലാത്തതുമായി മാറിയോ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെ വിവരിക്കുന്ന ഗലീലയിലെ കാനാവിൽ നടന്ന കല്യാണ സദ്യയിൽ വെള്ളം വീഞ്ഞാക്കിയ തൻ്റെ അത്ഭുത പ്രവൃത്തിയിൽ നിന്നും മദ്യം കുടിക്കുന്നത് യേശുക്രിസ്തു അംഗീകരിച്ചിട്ടുണ്ടെന്നും പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും വ്യാഖ്യാനിക്കുന്ന മദ്യപാനികളെ നാം കണ്ടിട്ടില്ലയോ? യഥാർത്ഥത്തിൽ യേശുക്രിസ്തു വീഞ്ഞാണോ മദ്യമാണോ ഉണ്ടാക്കിക്കൊടുത്തത്? വീഞ്ഞ് യഹൂദന്മാരുടെ വിശേഷാവസരങ്ങളിൽ പ്രത്യേകിച്ച് കല്യാണ സദ്യയ്ക്ക് വിളമ്പിയിരുന്നു. കഴിച്ച ആഹാരം ദഹിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി അഥവാ ആപ്പിറ്റൈസറായാണ് അവർ അത് സ്വീകരിച്ചിരുന്നത്. വീഞ്ഞിൽ 5% ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കൂടുതൽ കുടിച്ചാൽ മതോന്മത്തരായി തീരുവാൻ കഴിയുന്നതാണ്. സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 1-ാം വാക്യത്തിലെ വീഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. വീഞ്ഞും മദ്യവും കുടിച്ച് മത്തരായവർ പരിഹാസത്തിനും കലഹത്തിനും വഴിമരുന്നിടുന്നുണ്ടോ? എനിക്കറിയാവുന്ന ഒരു പാരമ്പര്യ ക്രൈസ്തവ മദ്യപാനിയുടെ ഭവനം. ഈ മദ്യപാനി തൻ്റെ കൂട്ടുകാരെ എല്ലാം കൂട്ടി വീട്ടിലേക്ക് വരിക പതിവാണ്. ഒരു ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് കയ്യിൽ പണമുണ്ടായിരുന്നു, ഒത്തിരി മക്കളുമുണ്ടായിരുന്നു. ഭാര്യ ഈ കൂട്ടുകാർ ഉൾപ്പെടെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാർമ്മികച്യുതി ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു കല്യാണ വീട് പോലെ കഴിഞ്ഞ ഭവനം പിന്നീട് സാമ്പത്തികമായി വളരെ തകർന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ പലരും അല്പായുസ്സുക്കളായി. ചില മക്കൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. കൊച്ചുമക്കളിൽ ചിലർ വഴിപിഴച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ചില മക്കൾ, അത്ഭുതമെന്ന് പറയട്ടെ, യേശു കർത്താവിനെ സ്വീകരിക്കാനിടയായി. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയുണ്ടായി എന്ന് പറയട്ടെ. പൊതുവായി നോക്കിയാൽ മദ്യപാനികളുടെ ഭവനം ഗതികെട്ടു പോകുമെന്നത് സത്യമല്ലേ? ഇത്തരം മുടിഞ്ഞ ഭവനങ്ങൾ നമ്മുടെ കൺമുൻപിൽ നേർക്കാഴ്ചയായി നിൽക്കുന്നില്ലേ? അടുത്ത തലമുറയിൽ ആയത് വളരെ പ്രകടമല്ലേ? പ്രിയ സഹോദരങ്ങളെ, മദ്യം ഉയർന്ന രക്തസമ്മർദ്ദവും ഉണ്ടാക്കുന്നതിനും തന്മൂലം ഹൃദയാഘാതത്തിനും സ്ട്രോക്ക് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ടെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. മദ്യപാനം മൂലം ഹൃദയത്തിൻ്റെ മസിലുകൾ ബലഹീനമാകുകയും ശ്വാസകോശം, കരൾ,
തലച്ചോർ, മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾ ഒക്കെയും ബാധിക്കപ്പെടുകയും ഹൃദയം തകരാറിലാകുവാനും വലിയ സാധ്യതയാണ്. ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെ തകർക്കുകയും കാൻസർ, ലിവർ സിറോസിസ്, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. മധ്യമന്മാരായ പ്രിയ സ്നേഹിതരെ, നിങ്ങളിലുള്ള ഉത്കണ്ഠ, ഭയം, പൊതുവായ അതൃപ്തി, കുറ്റബോധം, ഏകാന്തത, വലിയ ആവേശം, ആനന്ദം ഒക്കെ മറ്റുള്ളവർക്ക് എളുപ്പം ശ്രദ്ധിക്കുവാൻ കഴിയുന്നതാണ്. മദ്യപാനം ആരംഭിക്കുന്നത് ചെറിയ തോതിലാണെങ്കിലും ആയതിൻ്റെ കരാളഹസ്തം ഒരാളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്നുവെന്ന് നാം കണ്ടു കഴിഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാർ നല്ല പങ്കും കള്ളിനും കഞ്ചാവിനും അടിമകളായി മാറിയില്ലേ? മദ്യപാനത്തിൻ്റെ നിലയില്ലാ കയത്തിൽ നിന്നും ഒരാൾക്ക് എങ്ങനെ രക്ഷപ്പെടാം? എന്താണ് ഒരു പ്രതിവിധി? പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. തീർച്ചയായും ഒരു പരിധിവരെ സഹായിക്കും എന്നതിന് സംശയമില്ല. മനഃശാസ്ത്രജ്ഞൻ്റെ സഹായം നല്ലതാവാം. മറ്റുള്ളവരെ കൗൺസിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ എനിക്കറിയാം. തൻ്റെ കൗൺസിലീസ് പോയി കഴിഞ്ഞാൽ രാത്രി മുതൽ രാവേറെ കഴിയുന്നിടം വരെ മദ്യത്തിൽ മുങ്ങി താഴുകയാണ് ഈ സൈക്കോളജിസ്റ്റ്. അടുത്തിടെ താൻ വിവാഹം ചെയ്ത ഭാര്യയോ അവൾ നേരിടുന്ന മാനസിക സംഘർഷമോ വിഷമങ്ങളോ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. ശാരീരികമായും മാനസികമായും ആത്മീയമായും അടിതെറ്റിയ ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള ഒറ്റമൂലി താൽക്കാലികമായ ചികിത്സാ വിധികളല്ല, മറിച്ച് സമൂലമായ മാറ്റമാണ് അനിവാര്യമായിരിക്കുന്നത്. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണം അവൻ്റെ അഥവാ അവളുടെ പാപമാണ്. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. യേശു പ്രസ്താവിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ വെളിച്ചമായ നമ്മുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ജീവൻ്റെ വെളിച്ചത്തിന് ഉടമയായി തീരും. അപ്പോൾ അതുല്യമായ സമാധാനവും സന്തോഷവും ഒരാളുടെ ജീവിതത്തിന് കൈവരിക്കാനാവും. ജീവിതത്തിൽ ദിശാബോധവും അർത്ഥവും ലഭിക്കുന്നതാണ്. പ്രിയ ശ്രോതാവേ, ഈ യേശുവിനെ സ്വജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ താങ്കൾ തയ്യാറാകുമോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതാണ്. തദ്വാര നിങ്ങളുടെ ഭവനവും അനുഗ്രഹിക്കപ്പെടുന്നതാണ്. കർത്താവായ യേശുവിലൂടെയുള്ള ഈ പുതിയ ജീവിതത്തിലേക്ക് താങ്കളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ.